അപ്പോൾ നമ്മളിന്ന് ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം. ചെമ്മീൻ ഫ്രൈ സാധാ പോലെയല്ല, ഒരു ചെറിയൊരു സ്പെഷ്യലുണ്ട്. കാരണം നമ്മൾ ചെമ്മീൻ എടുത്തു, നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായി കട്ട് ചെയ്തു. പിന്നെ ഇത് വെളുത്തുള്ളി. സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ തക്കാളി, ഇഞ്ചി പച്ച അങ്ങനെ കുറേ സാധനം എടുത്ത്, ഇതൊരു പ്രത്യേകത, പെട്ടെന്ന് കഴിയും. ചെമ്മീനും സവാളയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, അതെടുത്ത് ഒന്ന് വഴറ്റി ചെമ്മീനോട്ട് ഫ്രൈ ആക്കിയാൽ നല്ല സൂപ്പർ, ചോറിന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി ചേർക്കാനുള്ള പൊടി എന്ന് പറയുന്നത് വെറും 2 സാധനം: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടപ്പയും പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോ വന്നിട്ടില്ല. ഇന്നലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി, കൊടുങ്ങല്ലൂർ അമ്മേനെ, തൃപ്രയാറ്, ഗുരുവായൂരൊക്കെ പോയി തൊഴുതു വന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് പുതിയ വീഡിയോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെമ്മീൻ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇതിനൊക്കെ പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കാം. ഫസ്റ്റ് നമ്മൾ ഉപ്പ് ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടിയിടാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തിരുമ്മി വെക്കാം. തിരുമ്മി കഴിഞ്ഞിട്ട് അന്നേരം തന്നെ നമ്മൾ കൈ കഴുകണം, അല്ലെങ്കിൽ ഈ മുളക് പൊടി നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ കൈ പതറാൻ തുടങ്ങും കുറച്ച് നേരം കഴിഞ്ഞാൽ. നന്നായിട്ട് ക്ലീൻ ചെയ്ത ചെമ്മീനാണ്. ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമാം. നന്നായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഞാൻ എൻ്റെ കൈ വേഗം കഴിയട്ടെ, അല്ലെങ്കിൽ പത്തറിയിട്ട് ആവുന്നുണ്ടാവും. നമ്മൾ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ ചൂടായി. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന്, ഫസ്റ്റ് തന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടത്. വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒന്ന്, വെളുത്തുള്ളി എല്ലാവരും ചേർക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ വെളുത്തുള്ളിൻ്റെ ഈ ചൊയ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ ഇഷ്ടമുള്ള ഭൂരിപക്ഷം എനിക്കൊന്നും ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവരിത് ഒഴിവാക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇടാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും ഇതന്നെ നമുക്ക് തക്കാളി ഒക്കെ ഇട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇത് പെട്ടെന്നൊന്നും ഒരു ചെമ്മീനെ കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെറും എന്താ പറയുക, ചെമ്മീൻ വറുത്ത പോലെ അല്ലാണ്ട് ചെറിയൊരു ഗ്രേവി പോലെ കിട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മളപ്പോൾ ചെറുതായി നുറുക്കിയ വെള്ളുള്ളി, സവാള ചേർത്തു. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മതി, കാരണം ചെമ്മീനെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മതി. ചെമ്മീൻ ഇത് സവാള നല്ലോണം ഒന്ന് വഴയട്ടെ.
അപ്പം നമ്മളെ സവാളയും വെളുത്തുള്ളി ചെറുകിഴ ഞാൻ വഴകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സിമ്മാക്കുക. എന്നിട്ട് ഈ സവാളയും വെളുത്തുള്ളി നമുക്ക് കുറച്ച് സൈഡിലേക്ക് ആക്കി വെക്കാം. സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് ചൂടാക്കണം. ഓൾറെഡി ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിരി, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇതൊന്നും ഇടുന്ന ഇങ്ങനെ ചൂടാവുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇടാം. നമ്മൾ ക്ലീൻ ചെയ്ത് മുളക് മഞ്ഞളും ഉപ്പിട്ട് പുരട്ടി വെച്ച ഈ ചെമ്മീൻ ഇതിലേക്ക്. ഇത് കുറേ സമയം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത് ആക്കി നേരെ ഉണ്ടാക്കുക തന്നെയാണ്. ഇനി നമുക്കിതൊന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൽ നിന്ന് നല്ലോണം ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടൊന്ന് ആ ചെമ്മീനും ആ സവാളയും വെള്ളുള്ളി എല്ലാം കൂടി ചേർന്നൊന്ന് ചെമ്മീൻ വേവട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മാക്കുക. അപ്പം നമുക്ക് നമ്മളെ ചെമ്മീനൊക്കെ വെന്ത് ആ സവാളയും ഇതൊക്കെ നല്ലോണം പേസ്റ്റ് പോലെ ആയി പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. നമ്മളെ സവാളയും വെളുത്തുള്ളി ചെമ്മീനോട് നല്ലോണം ചെമ്മീൻ വെന്ത് ആ സവാള ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് നല്ല പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന് കഴിക്കാം. ചോറിന് കഴിക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഒന്നും വേണമെന്നില്ല. ചോറിന് കുറച്ച് തൈരൊക്കെ കിട്ടിയാൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കരുത്, ചപ്പാത്തി പത്തിരി എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിന് നല്ല സുഖമായിട്ട് കഴിക്കാം ചോറിൻ്റെ കൂടെ. കാരണം വേറെ ഒന്നും വേണ്ട. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ വല്ല തൈരൊക്കെ കഴിച്ചാൽ തൈര് എല്ലാവരും ചെമ്മീൻ്റെ കൂടെ കഴിക്കേണ്ട. തൈര് ചെമ്മീൻ്റെ കൂടെ പറ്റില്ല എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ്റെ എന്തിൻ്റെ കൂടെ തൈര് കഴിക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ചെറിയൊരു തനി റോസ്റ്റല്ല, ചെറിയൊരു ഗ്രേവി പോലെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ഇത് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.